MSc നഴ്സിംഗ് പാസ്സായി കഴിഞ്ഞാൽ എൻട്രി കേഡറിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും മികച്ച പോസ്റ്റാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എന്ന് പറയുക അല്ലെ. കുറെ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും, എങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു ബാച്ച് കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് പ്രയോജനപ്പെടുന്നതായിരിക്കും. അതേപടിയുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ, അതേപടിയുള്ള ക്വസ്റ്റ്യൻസ്, അതേ ക്വസ്റ്റ്യൻ വെയിറ്റേജ്, അതേ ഒരു ടഫർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ പഠിക്കാത്തതിനും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. സോ അങ്ങനെ ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ നമുക്കത് എങ്ങനെ ആ ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് അക്കാഡമി. സോ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാമിനേഷൻ അല്ലേ, നമുക്ക് മെയ് മാസം 9-ാം തീയതിയാണ് നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിനേഷൻ നടക്കുക. സോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്ക് MSc നഴ്സിംഗ് പാസ്സായി കഴിഞ്ഞാൽ എൻട്രി കേഡറിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും മികച്ച പോസ്റ്റാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എന്ന് പറയുക അല്ലേ. അതായത് നമ്മൾ എൻട്രി കേഡറിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കുക, ഒരു ഗസറ്റഡ് റാങ്കോട് കൂടിയായിരിക്കും. പിന്നെ അതുകൂടാതെ ടൈമിലുള്ള പ്രൊമോഷൻ, പിന്നെ അത്യാവശ്യം ഓട്ടോണമി ഒക്കെയുള്ള വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എന്ന് പറയുക അല്ലെ. സോ അതിന്റെ എക്സാമിനേഷന്റെ പ്രിപ്പറേഷന്റെ ലാസ്റ്റ് ലാപ്പിലാണ് എല്ലാവരും എന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൽ പലരും പല രീതിയിലായിരിക്കും പ്രിപ്പയർ ചെയ്യുക അല്ലെ. കുറെ പേര് സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരുണ്ടാകും, കുറെ പേര് നോട്ട്സ് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ച് പഠിക്കുന്നവരുണ്ടാകും. ചില ആൾക്കാർ ഏതെങ്കിലും ഒരു അക്കാഡമിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്പേർട്ടിന്റെ അടുത്തുനിന്നുള്ള പഠനം ആ രീതിയിലൊക്കെ ആയിരിക്കും പഠിച്ചു പോവുക അല്ലെ. സോ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ലാസ്റ്റ് ലാപ്പ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ റാങ്കിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. അതായത് നമുക്ക് ഏകദേശം ഒരു 20-25 ദിവസത്തോളമാണ് നമ്മുടെ ഈ ഒരു എക്സാമിന് വേണ്ടി ഉള്ളത്. സോ നമ്മൾ ഇനിയുള്ള ദിവസം എത്രത്തോളം കഷ്ടപ്പെട്ട് എത്രത്തോളം സ്ട്രാറ്റജിക്കലി പഠിക്കും എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ, ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് കഴിയും അല്ലേ. അപ്പോൾ ഇനി ഈ ഒരു നിങ്ങളുടെയൊക്കെ ലാസ്റ്റ് ലിമിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനെ ഒന്ന് സ്പീഡപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ എജ്യൂസ് അക്കാഡമി നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ പുതിയൊരു ബാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഈ കാണുന്ന പോലെ നമ്മുടെ മെഗാ മാരത്തൺ ബാച്ച് ഓഫ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് കേട്ടോ. ഇനി നമ്മുടെ ഈ ബാച്ചിന്റെ സ്പെഷ്യാലിറ്റീസ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. നോക്കിയേ, ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ മാസം 15-ാം തീയതിയാണ്. 15-ാം തീയതിയുടെ പ്രത്യേകത നമുക്ക് അറിയാമല്ലേ. അതായത് നമ്മുടെ വിഷു ആണ് 15-ാം തീയതി എന്ന് പറയുക. സോ നമ്മൾ 15-ാം തീയതി മുതൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സാമിനേഷന് വേണ്ടി കൃത്യമായിട്ടൊരു 24 ദിവസമാണ് നമുക്കുള്ളത് അല്ലേ. സോ നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഫുള്ളി പ്രിപ്പയർഡ് ആണെങ്കിലും നമുക്ക് കുറെ ലാക്കുനാസ് ഉണ്ടാവും അല്ലേ. സോ അത് ഒന്ന് കവറപ്പ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഉള്ള ഒരു ബ്രഷപ്പ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതല്ല, ഇനി കുറെ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും, എങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു ബാച്ച് കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് പ്രയോജനപ്പെടുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സുകളുടെ പ്രത്യേകതകൾ ഞാനൊന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ മാസം 15-ാം തീയതിയാണ് കേട്ടോ. അപ്പൊ ഈ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു 6 to 8 hours ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാവും. അതായത് ലൈവായിട്ടുള്ള എക്സാം ഓറിയന്റഡ് ക്ലാസ്സുകളായിരിക്കും. ഫുൾ സിലബസ് ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ ഒരു മാരത്തൺ ആയി തന്നെ ഓടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അതുകൂടാതെ നോക്കിയേ, ഇത് ആർക്കൊക്കെ പ്രയോജനം ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ റെഗുലർ ആയിട്ടുള്ള നമ്മുടെ റെഗുലർ ബാച്ചുലർ സ്റ്റുഡൻസിന് അവർക്ക് കൃത്യമായിട്ട് അവരുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു മെഗാ മാരത്തോൺ റിവിഷൻ അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ ചില കുട്ടികളുണ്ടാവില്ലേ, അവർ സെൽഫ് സ്റ്റഡി സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പൊ അവർക്ക് മേ ബി കുറച്ച് കാര്യങ്ങളും കൂടെ അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു ബാച്ച് കൊണ്ട് പ്രയോജനം ഉണ്ടാകും. അതുകൂടാതെ ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരല്ലേ, അവർക്ക് മേ ബി സിലബസ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നോക്കി, ഈ ബാച്ചിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ലൈവ് ക്ലാസ്സുകൾ മാത്രമല്ല നിങ്ങൾക്ക് തരിക, അതുകൂടാതെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും കേട്ടോ. മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കിയാൽ നമ്മൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അതായത് എക്സാമിന് വേണ്ടി തിയറി പഠിക്കുക മാത്രമല്ല ഒരിക്കലും നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ അല്ലേ. അതായത് ഈ തിയറി പഠിക്കുക, അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് എന്താ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ ചെയ്യാനുള്ള ഒരു സ്കില്ല് കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ അതുകൂടാതെ തന്നെ ടെസ്റ്റ് സീരീസും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയാൽ ഇതിനകത്ത് വരുന്നത് ഫോക്കസ്ഡ് റിവിഷൻ ആണ്. അതായത് സബ്ജക്ട് വൈസ് മാരത്തൺ റിവിഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന തരത്തിലുണ്ടാകും. അതുകൂടാതെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാകും. പിന്നെ സ്പെഷ്യൽ ഫോക്കസ് കൊടുത്തിട്ട് ഹൈ ഈൽഡ് പോയിന്റ്സിന്റെ ഡിസ്കഷൻ ഉണ്ടാകും. അതുകൂടാതെ റിയൽ എക്സാം സിമുലേഷൻ എന്നുള്ള തരത്തിൽ എന്താണ് കൃത്യമായിട്ട് നമ്മുടെ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ആ ടൈം ഡ്യൂറേഷൻ അതേപടിയുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ, അതേപടിയുള്ള ക്വസ്റ്റ്യൻസ്, അതേ ക്വസ്റ്റ്യൻ വെയിറ്റേജ്, അതേ ഒരു ടഫർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് നമുക്ക് ഫൈനൽ എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം നമ്മുടെ ഒരു പൊസിഷൻ എന്താണ്, നമുക്ക് ഇനി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കി അത് ഇംപ്രൂവ് ചെയ്ത് നമുക്ക് ഫൈനൽ എക്സാമിന് വേണ്ടി പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതുകൂടാതെ നമ്മുടെ മെഗാ മാരത്തോണിന്റെ ഒരു ലാസ്റ്റ് എസൻസ് എന്ന് പറയുന്നത്
പറയുന്നത് ഒരു 48 hours സിലബസ് വൈപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു 2 day അൾട്ടിമേറ്റ് മെഗാ മാരത്തൺ ആണ് കേട്ടോ. അതായത് നമ്മൾ മെഗാ മാരത്തൺ ഫുൾ സിലബസ് കവർ ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോ ടിപ്സ് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു 2 day അൾട്ടിമേറ്റ് മെഗാ മാരത്തൺ ആണ്. ഇതൊരു സുപ്രീം സിലബസ് കംപ്ലീഷൻ മോഡൽ ആയിട്ടാണ് നമ്മൾ ഇത് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി നൽകുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വേറെ അഡീഷണൽ ആയിട്ട്, അതായത് നമ്മുടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞ അൾട്ടിമേറ്റ് മെഗാ മാരത്തോണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് ഇത് കൂടാതെ ഒരു 2 full length മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എക്സാമിന്റെ അതേ സിലബസ് അതേ വെയിറ്റേജ് വരുന്ന തരത്തിലുള്ള 2 full length മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. അതുകൂടാതെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാകും. സോ ദാറ്റ് നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് ആൻസർ ചെയ്ത് തരാം അല്ലെങ്കിൽ ആൻസർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ നോക്കിയേ ഇനി വരുന്നതാണ് ബേസിക്കലി ലാസ്റ്റ് ഡേയിലുള്ള ഒരു ടിപ്സ് ട്രിക്സ് എന്നുള്ള തരത്തിൽ കേട്ടോ. അതായത് ബേസിക്കലി നമ്മൾ എത്രയൊക്കെ പഠിച്ചിട്ട് പോയാലും നമ്മൾ പഠിച്ചതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും, പക്ഷെ പഠിക്കാത്തതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ. സോ അങ്ങനെ ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ നമുക്കത് എങ്ങനെ ആ ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുകൂടാതെ എലിമിനേഷൻ മെത്തേഡ് അല്ലേ, ഏത് രീതിയിലാണ് നമുക്ക് സേഫ് ആയിട്ട് റോങ് ആയിട്ടുള്ള ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താനായിട്ട് കഴിയുക. അതുകൂടാതെ നമ്മുടെ കോൺഫിഡൻസ് എങ്ങനെ നമുക്ക് ബിൽഡപ്പ് ചെയ്യാം, നമുക്ക് ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്ത് എങ്ങനെ നമ്മുടെ എക്സാം വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന ഒരു സെഷനിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മെഗാ മാരത്തോൺ ബാച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഇനി ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാനുണ്ട്, അല്ല നിങ്ങൾ പല സ്റ്റേജിലാണ് പ്രിപ്പറേഷൻ പല സ്റ്റേജിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മുടെ എജ്യൂസ് അക്കാഡമിയോടൊപ്പം ജോയിൻ ചെയ്യാം, പഠിക്കാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക, പഠിക്കുക. സോ ദാറ്റ് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റ് കേട്ടോ, ആ ഒരു പോസ്റ്റ് സ്വപ്നം കാണുക, സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അത് അച്ചീവ് ചെയ്യുക. അച്ചീവ് ചെയ്യുന്നവരെ പരിശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.